വർഷങ്ങളായിട്ട് നമ്മൾ മോഹൻലാലിൻ്റെ ഒരു ബിംബം മാത്രമായിരുന്നു ഏകദേശം കണ്ടിരുന്നത്. ഇതാണ് മോഹൻലാൽ, ഇങ്ങനെയാണോ മോഹൻലാൽ? ഹെവിയാണ്. ദൃശ്യം എങ്ങനെ പോയോ അതിനേക്കാളും മേലെ പോകാനാണ് സാധ്യത. തീർച്ചയായിട്ടും 2-3 പ്രാവശ്യം കാണാം. ഒന്നും പറയാനില്ല പടത്തിനെ പറ്റി. അത് ബാക്കി പ്രേക്ഷകർ പറയും. നമ്മൾ ആ ഒരു എന്താ പറയുക, ആ ഒരു ഇതിലായിപ്പോയി. കുറേ നാൾക്ക് ശേഷം ലാലേട്ടൻ്റെ നല്ലൊരു പടം കണ്ട ഒരു ഫീല്. രോമാഞ്ചമുണ്ട്. പഴയ ലാലേട്ടനെ കണ്ടതിൻ്റെ ഒരു സന്തോഷം. പടം കൊളുത്തി. മോഹൻലാൽ ബ്രില്യൻസോ അതോ തരുൺമൂർത്തി ബ്രില്യൻസോ? അല്ല, നല്ല സ്ക്രിപ്റ്റാണ്, നല്ല അഭിനയമാണ്, മൊത്തത്തിൽ കൊള്ളാം. ഫാമിലി ഡ്രാമയാണ്, നന്നായിട്ടുണ്ട്. ദൃശ്യത്തിൻ്റെ അതുമായിട്ട് കമ്പയർ ചെയ്യേണ്ട, അത് വേറെ ഇത് വേറെ, ഇത് ഡിഫറെൻ്റ് ആണ്. നല്ല, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്. തിയേറ്ററിൽ പോയി തന്നെ കാണണം. തൂക്കിയ പടം ലാലേട്ടൻ തൂക്കിയിട്ടുണ്ട്. നല്ല പടം, നല്ല ഫാമിലി പടം. തരുൺമൂർത്തി ബ്രില്യൻസോ ലാലേട്ടൻ ബ്രില്യൻസോ? രണ്ടുപേരുടെ പടം ഏതായാലും ദൃശ്യം മോഡലൊക്കെയാണോ? ഏതാണ് ആ സ്റ്റൈല. പടം കൊള്ളാം, നല്ല പടം. എൻഗേജിങ് ആക്കി ഇരുന്നുണ്ട്. ഓക്കെ. രോമാഞ്ചിക്ക് വേഷം എല്ലാം ഉണ്ട്, സെന്റിമെന്റ്സ് എല്ലാം ഉണ്ട്. ആഗ്രഹിച്ച ഒരു റോളായിരുന്നു. ഹെവിയാണ്. അടിപൊളി. ഞാൻ പറഞ്ഞു അടിപൊളി പടം. അടിപൊളി സൂപ്പർ മൂവി. ഫാമിലി പഴയ ലാലേട്ടന്റെ വിന്റേജ് ലാലേട്ടനെ തിരിച്ചിട്ട് പിന്നല്ലാതെ ഇനി ഞങ്ങൾ നൈറ്റ് ഷോ ബുക്ക് ചെയ്തിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ഇതിൽ തുടക്കം തുടങ്ങിയ അവസ്ഥ സൂപ്പറായിട്ട് രോമാഞ്ചം എല്ലാം ഉണ്ട്. ഇതെങ്ങനെയാണ് ഈ ലാലേട്ടനെ ഞങ്ങൾക്ക് വേണ്ടത്. അടിപൊളി. തൂക്കി ലാലേട്ടൻ തൂക്കി. ഒന്നും പറയാനില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾക്ക് ശേഷം ഇതുപോലൊരു പടം കണ്ടു. ഒന്നും പറയാനില്ല. ലാലേട്ടൻ അതിനകത്ത് മൊത്തം ഫുള്ള് ആ പഴയ ലാലേട്ടൻ നമുക്ക് കിട്ടി. അതുപോലെ അത്ര സൂപ്പർ ഗംഭീരം. ഒന്നും പറയാനില്ല. സ്ക്രിപ്റ്റ് വൈസ് നമ്മൾ എന്താ ഒരു ലാഘവില്ല, നമ്മൾ എൻഗേജ്ഡ് ആയിട്ട് കംപ്ലീറ്റ്ലി ഫസ്റ്റ് ഹാഫ് സൂപ്പർ, സെക്കൻഡ് ഹാഫ് നമ്മൾ ആ എൻഗേജ്ഡ് ആയിട്ട് കംപ്ലീറ്റ്ലി തന്നെ ഇരിക്കുന്നു. ഒന്നും പറയാനില്ല, സൂപ്പർ. ഒന്നും പറയാനില്ല. ഗംഭീര പടം, സ്ക്രിപ്റ്റും സൂപ്പർ, ഡയറക്ഷൻ എക്സലന്റ്. സെന്റിമെന്റ് സീൻസ് നല്ല രീതിയിൽ വർക്കൗട്ട്. കാരണം ആ ക്ലൈമാക്സ് സീൻസ് ഒക്കെ ഉണ്ടല്ലോ, ലാലേട്ടൻ ആ പഴയ ലാലേട്ടൻ അങ്ങോട്ട് നമുക്ക് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു സന്തോഷത്തിൽ നമ്മൾ ഇറങ്ങും. അതുപോലെ തീർച്ചയായിട്ടും ഒത്തിരി ഒരുപാട്. ഈ നമ്മൾ ഫിലിം എന്താ പറയുക, ഫാമിലിക്ക് വേണ്ടിയിട്ട് വന്നു എന്ന് പറഞ്ഞ രീതിയിലാണെങ്കിലും, ഫാൻസിനാണെങ്കിലും ആഘോഷിക്കാനാണെങ്കിലും ഫാമിലി ആയിട്ടാണെങ്കിലും അടിപൊളി. റിപ്പീറ്റ് വാല്യൂ തീർച്ചയായിട്ടും 2-3 പ്രാവശ്യം കാണാം. വളരെ നല്ല സിനിമയാണ്. മോഹൻലാൽ എന്ന് പറഞ്ഞ നടനെ അളന്ന സിനിമയാണ്. അയാളെ ഏറ്റവും വലിയ നടനാണെന്നുള്ളത് അയാൾ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ദൃശ്യം എന്ന് പറയുന്ന ഒരു ഫാമിലി സിനിമയ്ക്ക് ശേഷം ദൃശ്യത്തിന് മേലെയാണ് ഈ സിനിമ. മോഹൻലാലിൻ്റെ എല്ലാത്തരം, നമ്മൾ ഒരു ഇമോഷണൽ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു രസച്ചരണം ഉണ്ടല്ലോ. മോഹൻലാൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു ആ കുസൃതിയും എല്ലാം കലർന്ന ഒരു ഇതിനെ തരുൺമൂർത്തി നല്ല രീതിയിൽ ഒപ്പിയെടുത്തിട്ടുണ്ട്. തരുൺമൂർത്തിക്ക് തന്നെയാണ് ഈ പടത്തിൻ്റെ ഫുൾ ക്രെഡിറ്റും. എൻ്റെ പശ്ചാത്തല സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറഞ്ഞാൽ എടുത്തു പറയത്തക്ക ഒരു സംഗതി തന്നെയാണ്. ഇതിലെ കാസ്റ്റിംഗ് ആണെങ്കിൽ തന്നെയും നമുക്കിപ്പോൾ പിന്നെ വളരെ അതായത് പിടിച്ചിരുത്തുന്ന, അതിലെ ഒരു ഇൻ്റർവെല്ലായതുപോലും നമ്മൾ അറിയുന്നില്ല. ഇത് ഒരു കുടുംബകഥ എന്നുള്ള രീതിക്കാണ് നമ്മളിത് വന്നത്. 2.25 മണിക്കൂറുണ്ടോ എന്ന് നമ്മൾ അറിയുന്നില്ല. നമ്മൾ അതിൽ ലയിച്ച് കൊണ്ടുപോകണം. മോഹൻലാലിനെ നല്ല രീതിയിൽ യൂസ് ചെയ്തു അദ്ദേഹം. അത് നല്ല ഞാൻ പറയില്ല, അയാളുടെ നടനെ ഉപയോഗിച്ച സിനിമയാണ്. മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ശരിക്കും മോഹൻലാൽ ഈ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ മോഹൻലാലിൻ്റെ ഒരു ബിംബം മാത്രമായിരുന്നു ഏകദേശം കണ്ടിരുന്നത്. ഇതാണ് മോഹൻലാൽ, ഇങ്ങനെയാണോ മോഹൻലാൽ? അയ്യോ, രോമാഞ്ചം ഉണ്ടെന്നോ? അയ്യോ, അദ്ദേഹത്തിൻ്റെ ഫൈറ്റ് അങ്ങനെ നമ്മൾ പറയുന്നത് ശരിയല്ലല്ലോ, കഥ പറയുന്നത് ശരിയല്ലോ. ഫൈറ്റ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ മാനവിസങ്ങൾ എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സെൽഫ് ട്രോള്, അദ്ദേഹത്തെ തന്നെ ട്രോൾ ചെയ്യുന്നുണ്ട്. മോഹൻലാലും മമ്മൂട്ടി എല്ലാ കഥാപാത്രങ്ങളും ഡയലോഗിലൂടെയൊക്കെ ഇതിൽ വരുന്നുണ്ട്. വളരെ നല്ല സിനിമ, ഒരു കുടുംബ സിനിമയാണ്, മാസ് സിനിമയാണ്, ക്ലാസ് സിനിമയാണ്. റിപ്പീറ്റ് വാല്യൂ ഉള്ള ഫിലിമാണെന്ന് തോന്നുന്നുണ്ട്. തീർച്ചയായും റിപ്പീറ്റ് വാല്യൂ എന്നല്ല, ഇത് കണ്ടവർ വീണ്ടും നമ്മൾ ദൃശ്യം എങ്ങനെ പോയോ അതിനേക്കാളും മേലെ പോകാനാണ് സാധ്യത. വളരെ നല്ല സിനിമ. ഒരു പിന്നെ എന്താ പറയുക, അത്രേ ഉള്ളൂ. അടിപൊളി മൂവിയാണ്. എല്ലാത്തരം ഓഡിയൻസിനും പറ്റിയൊരു മൂവിയാണ്. ഫാമിലി ഓഡിയൻസിനും കോമഡിയും എല്ലാം കൊണ്ടും അടിപൊളി. പഴയ ലാലേട്ടനെ കാണാൻ പറ്റി, ഭയങ്കര സന്തോഷം. അതെ, കുറേ നാളായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ലാലേട്ടനെ തന്നെ നമ്മൾ കണ്ടേക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി
സീനൊക്കെ ഉണ്ടോ? രോമാഞ്ചം എല്ലാം ഉണ്ട്, എല്ലാ എലമെന്റും കമ്പൈൻ ചെയ്തൊരു മൂവി തന്നെ. പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഒന്നുകൂടെ കാണാൻ തോന്നുന്നു. എന്തായാലും ഇനി വന്നിരിക്കും. ഓക്കെ, താങ്ക് യു. ഉണ്ടായില്ല ഇതിൽ തൂക്കി, ഇതിൽ കൂടുതൽ ഒന്നും ഇല്ല ഇനി. ഒന്നുകൂടെ ഇനി എത്ര പ്രാവശ്യം കാണും പടം? പിന്നെ തീർച്ചയായിട്ടും ഇത് അടുത്ത ഇത് കഴിഞ്ഞ് ഒന്നുകൂടെ വീണ്ടും കാണും.